താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കുളത്തെ പട എന്ന് പറഞ്ഞതുപോലെയായി CPM ആഗോള അയ്യപ്പ സംഗമം. കുട്ടിഘോഷിച്ച് 10,000 സംഘടിക്കുമെന്ന് കരുതി സംഘടിപ്പിച്ച സംഗമം എന്നാൽ BJP നടത്തിയ ബദൽ അയ്യപ്പ സംഗമത്തിൽ വർഗീയ ചിന്ത പടർത്തിയതുകൊണ്ട് വൻ ജനാവലിയുമായി. CPM സംഗമത്തിൽ ഒഴിഞ്ഞ കസേരകളോട് അയ്യപ്പൻ്റെ പാർട്ടി പ്രവർത്തനം വിവരിച്ചുകൊണ്ട് ആവേശോജ്വലമായി ഘോരം പ്രസംഗിച്ച് നിർവൃതിയടഞ്ഞ സഖാവിൻ്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വിലപ്പോകില്ല എന്ന് കണ്ട് ആധ്യാത്മികതയുടെ ആഴങ്ങളിൽ ആത്യന്തികമായി മറന്നുപോയ മാർക്സിസ്റ്റ് ചിന്തകളുടെ സൈദ്ധാന്തിക തലങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ആത്മീയതയും മാർക്സിസവും സമുന്നയിപ്പിച്ചുകൊണ്ട് കാലത്തിൻ്റെ വ്യതിയാനം ഉൾക്കൊണ്ട ഒരു സ്വാത്വികമായ ഒരു പുതിയ മാർക്സിയൻ കാഴ്ചപ്പാടാണ് ഈ സംഗമത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത്. പുതിയ പാർട്ടി നയങ്ങൾ രൂപീകരിച്ച് കാലങ്ങളായുള്ള വരേണ്യവർഗ മാടമ്പി ബൂർഷാ വിരുദ്ധ ചിന്തകളെ ആകമാനം പാർട്ടി കോൺഗ്രസിൻ്റെ അട്ടത്ത് കയറ്റിയിട്ടിട്ട് വിശ്വാസ സംരക്ഷണത്തിൻ്റെ പുതിയ കപട മുഖമണിഞ്ഞ് പിണറായി വേർഷനുമായി വന്നത് പക്ഷേ ചീറ്റിപ്പോയി. അതുകൊണ്ടെന്താ, മറുപുറത്ത് സംഗമത്തിന് ആളെ CPM വിളിച്ച് എത്തിക്കുന്നതിന് തുല്യമായി. കക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ ഒരുപാടൊന്നും അധ്വാനിക്കാതെ പ്രതീക്ഷിച്ചതിലും വലിയ ജനം വിശ്വാസ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന് എത്തി. ആഗോള സംഗമം അല്ല കേട്ടോ, ജിയുടെയും മിത്രങ്ങളുടെയും സംഗമത്തിനെത്തിയെന്നാ പറഞ്ഞത്. അല്ല, ഈ RSSുമായിട്ടൊക്കെ രഹസ്യ ബാന്ധവം ഉണ്ടായിരുന്ന BJPയുടെ B ടീം എന്ന് പരക്കെ അറിയപ്പെടുന്ന CPM ഫൈനലിന് മുന്നേ ഒരു സെമി ഫൈനൽ നടത്തി ആളെ സംഘടിപ്പിച്ചു കൊടുക്കുകയായിരുന്നോ എന്തോ. അല്ല, വെള്ളാപ്പള്ളി നടേശനെയും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്. പണ്ടെങ്ങാണ്ടൊരു പാർട്ടി ഉണ്ടാർന്നേ, പാർട്ടിക്കൊരു നയമുണ്ടാർന്നേ, ആ പാർട്ടിയിൽ ആളുണ്ടാർന്നേ, ആളുകൾക്കുള്ളിൽ തീയുണ്ടാർന്നേ. ഇന്നോ ആ പാർട്ടിയിൽ പണമുണ്ടായി, ബൂർഷകളായി പാർട്ടിയും മാറി, കുരുതിക്കളമായി നാടുകൾ നീളെ ചോരക്കൊതിയായി പാർട്ടിക്കാർക്ക്. അതുകൊണ്ടെന്താ, പാർട്ടി ഇപ്പം നേതാക്കളുടെ മാത്രമായി മാറിക്കഴിഞ്ഞു. അണികളൊക്കെ പാർട്ടിയിൽ നിന്ന് അകലുകയും ചെയ്തു. ദാ കണ്ടില്ലേ, ഒഴിഞ്ഞ കസേരകൾ മാത്രം. ധീരാ വീരാ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, 1 2 പിന്നാലെ. നമ്മുടെ ഇരട്ടച്ചങ്ങനായ കാരണഭൂതൻ ഈയിടെയായി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതി. അതോ ഗതി. ശംഭോ മഹാദേവ. അധികാരം തലക്ക് പിടിച്ച നമ്മുടെ പിണൂജി നമ്മുടെ മോദിജിയുടെ കോളേജിൽ ട്യൂഷന് പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. എങ്ങനെ കസേരയിൽ അള്ളിപ്പിടിച്ച് തൂങ്ങാമെന്ന കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പാ അളിയൻ. അങ്ങ് കേന്ദ്രത്തിലെ ആശാൻ വോട്ട് കൊള്ളയുമായി ഇന്ത്യയെ പണയം വെച്ച് പകിട കളിക്കുമ്പോൾ ഇവിടെ മച്ചാൻ ഇങ്ങ് കേരളത്തിൽ പുഴുങ്ങാനിട്ടിരിക്കുക ജനത്തെ. ഉപ്പിനും മുളകിനും അടക്കം വില കയറ്റി പേരിനൊരു സബ്സിഡി പ്രഖ്യാപനവും നടത്തി പലവ്യഞ്ജനം വാങ്ങാൻ കയറിയാലോ, ഈ സബ്സിഡി ഐറ്റം മാത്രം അവിടെ ഉണ്ടാവില്ല. ഇനിയും ഒരു അംഗത്തിന് കൂടി ബാല്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ പ്രത്യേക ഏഷൻ കാണിച്ച് മലയാളികളെ ഞെട്ടിക്കാനുള്ള പുറപ്പാടിലാണ് ഇദ്ദേഹം. ഈ പ്രത്യേക ഏഷൻ എടുത്തിട്ടുള്ളവർക്ക് പ്രായപരിധി ബാധകമല്ല എന്ന് ആക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എന്നാൽ CPI ഇക്കാര്യത്തിൽ മച്ചാനെ തള്ളാനാണ് സാധ്യത. മുൻപൊക്കെ പാർട്ടി സഖാക്കൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബംഗാളികളെ, ക്ഷമിക്കണം, നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്നാക്കി കേട്ടാൽ മതി കേട്ടോ. ഈ അതിഥി തൊഴിലാളികളെയും കൂലിത്തൊഴിലാളികളെയും കുപ്പിയും 500 ബിരിയാണിയും കൊടുത്ത് വിളിച്ച് കസേര നിറക്കുമായിരുന്നു. ഇപ്പം പക്ഷേ നമ്മുടെ യൂട്യൂബുകാർ സമ്മതിക്കില്ല കേട്ടോ. നുഴഞ്ഞു കയറി സത്യം വിളിച്ചു പറഞ്ഞു കളയും. അതുകൊണ്ടാണ്
ഇപ്പോൾ ഒഴിഞ്ഞ കസേരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ അരിച്ചമൂത്ത ആശാൻ പിണങ്ങി പോവേണ്ടതാണ്. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. യുവതീ പ്രവേശന വിഷയത്തിൽ ആകെ നാറിയ പാർട്ടിയുടെ മുഖമൊന്ന് തിരിച്ചു പിടിക്കാൻ ഹിന്ദു വിശ്വാസികളെ തഴുകാൻ ഇറങ്ങി തിരിച്ചതായിരുന്നു പിണറായി വിജയൻ. അതും ചീറ്റി ചീഞ്ഞു. എന്നാലും നമ്മളെ കോയിന്ന മാഷ് വിടാനുള്ള ഭാവമില്ല കേട്ടോ. ആള് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമായിരുന്നു എന്നാ. പക്ഷേ സത്യത്തിൽ മാഷ് വരകുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഓ, അത് AI ഉണ്ടാക്കിയതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? 4600-ലധികം ആളുകൾ സംഗമത്തിലെത്തി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സംഗമം പരാജയം എന്നത് ഒരു മാധ്യമ സൃഷ്ടി അല്ലേ മാഷേ? സ്വതവേ മാഷിൻ്റെ മുഖത്തുള്ള ആ അഹങ്കാര ഭാവത്തിന് ഒരു ഇത്തിരി കോട്ടം വന്നിട്ടുണ്ട്. ഒരു പരാജയ ഭാവം മുഖത്ത് വല്ലാതെ ആയിട്ടുണ്ട് മാഷേ ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ടോ? എല്ലാ ദുഃഖങ്ങളും ആ കണ്ണീരിൽ അലിയട്ടെ. വല്ലാത്തൊരു ഗതികെട്ട പാർട്ടി സെക്രട്ടറി ആയിപ്പോയതിൻ്റെ നിരാശ അങ്ങ് തീരട്ടെ മാഷേ. നിങ്ങൾ എത്ര തള്ളിമറിച്ചാലും ഒഴിഞ്ഞ കസേരകൾ സത്യം പറയും. ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു. 2026 ഇലക്ഷൻ ഒന്ന് വന്നോട്ടെ, പാർട്ടി തന്നെ ഉണ്ടാവുമോയെന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ.